മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ കള്ളച്ചതിയിലൂടെ മാർക്കോനെ പോലീസിൽ ഏൽപ്പിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ നടുറോഡിൽ വെച്ച് അപമാനിച്ചു എന്നുള്ള കേസാണ് മാർക്കോയ്ക്കെതിരെ വന്നത്. അത് മേഘനാഥനാണ് അതിൻ്റെ എല്ലാം പിറകിൽ കളിച്ചത്. അങ്ങനെയാണ് പോലീസ് മാർക്കോനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം മേഘനാഥൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. എന്നിട്ട് മാർക്കോനെ കാണുന്നുണ്ട്. മാർക്കോനോട് പറയുന്നുണ്ട്, എടാ നിനക്ക് ഞങ്ങൾ ഇത്ര കാശ് തന്നാണ്, പക്ഷേ നീ ഞങ്ങളെ ചതിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പാല് തന്ന കൈക്ക് തന്നെയാണല്ലോ നീ കുത്തിയത്, ഞാൻ ആരാണെന്ന് നിനക്കറിയാൻ പാടില്ല എന്നിട്ടാണ്. എന്താണെങ്കിലും നീ ഇതിൽ നിന്നും പുറം ലോകം കാണുകയില്ല, നീ എത്ര ജന്മം കടന്നാലും ഈ ലോകപ്പിൻ്റെ അകത്ത് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സാറേ, എനിക്ക് ഈ ലോക്കപ്പിൽ കിടക്കുന്നതുകൊണ്ട് ഒരു പേടിയുമില്ല. എനിക്ക് എന്നെ രക്ഷിക്കാനായിട്ട് ഒരാൾ വരും. അപ്പോൾ എനിക്കെന്തിനാണ് പേടി? പിന്നെ എൻ്റെ കാര്യം വിട്ടേരെ. പിന്നെ സാറ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു താമസമുള്ളൂ സാറിൻ്റെ ഈ തടി കേടാകാൻ എന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം കേൾക്കുമ്പോൾ മേഘനാഥന് ദേഷ്യമാകുന്നുണ്ട്. എന്നിട്ട് മേഘനാഥൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ സംസാരിച്ചിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് ദുർഗയും കരുണയും പിന്നെ ഉണ്ണിയെല്ലാം വരുന്നുണ്ട്. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, ഇനി എന്താ അടുത്ത ആരെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനുള്ള സംസാരമാണോ നിങ്ങൾ തമ്മിലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങളാരും കൊട്ടേഷനൊന്നും കൊടുക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനെ ഏൽപ്പിക്കാനും എനിക്ക് ഉദ്ദേശമില്ല. അതൊക്കെ ചെയ്യുന്ന നിങ്ങളല്ലേ, എന്നിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ ഫലം കാണുകയും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ണൻ പറയുന്നു. പിന്നീട് എന്ത് ചെയ്താലും അവരവർ തന്നെ അനുഭവിക്കുന്നു. ഇപ്പം തന്നെ കാണാൻ പാടില്ല, എന്നെയും മഹിയെയും കൊല്ലാൻ ഏൽപ്പിച്ച ആ ഗുണ്ട തന്നെ നിങ്ങളുടെ ആളുകളെയും തല്ലിച്ചതച്ചില്ലേ, അത് ഇനിയും ഉണ്ടാകാതെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ കരുണയ്ക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. കരുണ പല കാര്യങ്ങളും പറഞ്ഞ് തട്ടിക്കയറുന്നുണ്ട്. എൻ്റെ അച്ഛനെ അമ്മാവനെയെല്ലാം ഈ രീതിക്കാക്കിയത് നിങ്ങളല്ലേ, നിങ്ങളുടെ ഗുണ്ടയല്ലേ എൻ്റെ അച്ഛനെ അമ്മാവനെ ഇങ്ങനെ തല്ലിച്ചതച്ചത്. അതിലെനിക്ക് വളരെ സങ്കടമുണ്ട്. പക്ഷേ ഇതിനൊരു മറുപടി ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് തരുമെന്നെല്ലാം കണ്ണനോട് പറയുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നീ എന്തെല്ലാം പറഞ്ഞാലും ശരി, എനിക്കിതിൻ്റെ ആവശ്യമില്ല. എന്നെയും എൻ്റെ മഹിയെയുമാണ് നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളാരെയും ഉപദ്രവിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങളല്ലേ സ്വത്തെന്നും പറഞ്ഞുകൊണ്ട് പറയാൻ നടക്കുന്നതും അത് കിട്ടാനുള്ള എല്ലാ രീതിക്കുമുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ആവശ്യമില്ല. അതുകൊണ്ട് എന്നെ അധികം പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നും വേണ്ട, എനിക്കിട്ട് പേടിയുമില്ല എന്ന് കണ്ണൻ പറയുകയാണ്. കള്ളക്കേസിൽ കുടുക്കി നിങ്ങളെല്ലാവരും കൂടെ ജയിലിലിട്ടിരിക്കുന്നത് എൻ്റെ ആളാണ്, ഞാൻ തന്നെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ആരും എന്നോട് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന കരുണയ്ക്ക് വളരെ ദേഷ്യമാകുന്നുണ്ട്. കരുണ മനസ്സിൽ കരുതുന്നു, ഈ ഉണ്ണിയേട്ടനെ വിവാഹം ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ പാഴായ മട്ടാണല്ലോ ഇപ്പോൾ. വീട്ടിലാണെങ്കിലും പോകാൻ പറ്റുന്നില്ല, അവിടെയും അച്ഛനാണെങ്കിലും ഒരു പരുവത്തിലായിട്ടിരിക്കുന്നു, ഇവിടെയും എനിക്ക് നിക്കക്കളി ഇല്ലാതിരിക്കുകയാണ്. ഈ ഉണ്ണിയേട്ടനെ വിവാഹം ചെയ്തത് ഏത് സമയത്താണോ എന്നുള്ള മനസ്സിൽ പ്രാകുന്നുണ്ട് കരുണ. അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.